ഒരു പുതിയൊരു പാക്കേജൊക്കെ ഈ ബിന്ദുവിൻ്റെ കുടുംബത്തിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ മന്ത്രി ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. മകന് താൽക്കാലിക ജോലി, പിന്നീട് സ്ഥിര ജോലി, മകളുടെ ചികിത്സാ ചെലവ്, ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഈ ഒരു പാക്കേജിനെ എങ്ങനെയാണ്? ഞങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപയെങ്കിലും മിനിമം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇച്ചിരി കുറവാണോ എന്നൊരു സംശയം. കാരണം വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറും വേൾഡ് ക്ലാസ് ഹെൽത്തും പറയല്ലേ. വേൾഡ് ക്ലാസ് പറയുമ്പോൾ വേൾഡ് ക്ലാസ് നമുക്ക് കോമ്പൻസേഷൻ നോക്കാം. വേൾഡ് ക്ലാസ് ലോ അനുസരിച്ച് കോമ്പൻസേഷൻ മിനിമം 1 കോടിയാണ്. ഞങ്ങൾ 25 ലക്ഷമേ പറഞ്ഞുള്ളൂ. 25 ലക്ഷം രൂപ എങ്കിലും കൊടുക്കണം മിനിമം. പെർമനൻറ്റ് ജോബ് കൊടുക്കണം. എത്ര ആൾക്കാരെയാണ് നമുക്കിവിടെ നിയമിക്കുന്നത്? അത് PSC ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ കുട്ടിയെ നിയമിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ചികിത്സാ ചിലവ് എത്രയും പെട്ടെന്ന് അത് എടുക്കുക, ആ കുടുംബത്തെ ദത്തെടുക്കുക. അത് ഞങ്ങളുടെ ആവശ്യമാണ്. മാത്രമല്ല ഇതിനകത്തൊരു ജുഡീഷ്യൽ എൻക്വയറി, ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായൊരു ജുഡീഷ്യൽ എൻക്വയറി UDF പറഞ്ഞ പോലെ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ജീവിച്ചിരുന്നപ്പോൾ അനാദരവ് കാട്ടിയിട്ടാണ് ഈ വർത്തമാനം പറയണത്. ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ റൈറ്റ്സും ലംഘിച്ചുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കെട്ടിടത്തെ ഉപയോഗിക്കാൻ അനുവദിച്ചത്. ആ റൈറ്റ് ലംഘനം ആരാണ് ഉത്തരവാദി? അവിടെ രക്ഷാപ്രവർത്തനം നടത്തുവാൻ 2 മണിക്കൂർ വൈകി. ഞങ്ങളാരും അന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നു, അത് ആ കുടുംബത്തോടും ആ വ്യക്തിയോടും കാണിച്ച അനാദരവല്ലേ? അത്രയും വൈകിച്ചത് ആരാണ്? ആ വൈകിയത് ഒരു പ്രശ്നമായി ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത്രയും വൈകിച്ചത് അനാദരവല്ലേ? എന്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു? കേരളത്തിലെ പോലീസും ഫയർഫോഴ്സും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു? പിന്നെ അനാദരവ് കാട്ടിയെന്ന് പറയുന്നു. അഭയം ആരുടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ വാഹനത്തിന് മുന്നിൽ ഞാൻ പറഞ്ഞത് ഒരു വാക്ക് കുടുംബത്തിന് വേണ്ടി എനിക്ക് പറയണം. കുടുംബത്തിന് ബോഡി ഇവിടുന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുപോകണം. പക്ഷേ സർക്കാരിനോട് ഞങ്ങൾ വെച്ച 3 ആവശ്യങ്ങൾ അത് അംഗീകരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി ഒരിക്കൽ കൂടി വന്നതാണ്. അവിടെയാണ് സർക്കാരും പോലീസും ഈ അഭയത്തിൻ്റെ ഡ്രൈവർ 3 പ്രാവശ്യമാണ് വണ്ടി എടുത്തത്. അപ്പോൾ അനാദരവ് കാണിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ജീവിച്ചിരിക്കുമ്പോൾ മരണശേഷം ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ ചെന്നത്. കുടുംബത്തിൻ്റെ അവകാശം ഞങ്ങൾ സംരക്ഷിച്ചിരിക്കും, എന്ത് വില കൊടുത്തും. അതും ഞാൻ പറഞ്ഞു. ഞങ്ങൾ തടയുകയല്ല, ഒരു വാക്ക് എനിക്ക് പറയണം കുടുംബത്തിന് വേണ്ടി. ആ കുടുംബത്തിലെ പിതാവിനോടും ആ കുടുംബത്തിലെ സകലരോടും സംസാരിച്ചിട്ട്, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സമുദായ ബന്ധം ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ആ പറയാൻ വന്ന എന്നെ പോലീസ് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു, വണ്ടി ഉപയോഗിച്ച് തട്ടാൻ ശ്രമിച്ചു. ഇത് എന്താണ് അഭയത്തിൻ്റെ ആംബുലൻസ് ഡ്രൈവർ അങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം ഒരു ഉത്തരം പറയണം. ഞാൻ തടഞ്ഞല്ല. ഞാൻ അപ്പോഴും പറയും, ഒരു വാക്ക് പറയാൻ വന്നതാണ് ആ കുടുംബത്തിന് വേണ്ടി, ആ മരിച്ച ബിന്ദുവിന് വേണ്ടി ഞാൻ വാക്ക് പറയാൻ വന്നതാണ്. അതിനാണ് അനാദരവ് എന്ന രീതിയിൽ പുതിയ ഒരു തന്ത്രവുമായി വന്നിരിക്കുന്നത്. ഇവിടെ ചിലർ ശ്രമിക്കുന്നത് സൂപ്രണ്ടിനെ ബലിയാടാക്കി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. സൂപ്രണ്ടിനെ ബലിയാടാക്കി രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സർക്കാരിൻ്റെ സമീപനം? അവിടുത്തെ MD അകത്ത് കിടക്കില്ലേ? അപ്പം നിയമം എല്ലാവർക്കും തുല്യമാണെങ്കിൽ ഇവിടെ അത് ബാധകമല്ലേ? അപ്പം ഒരാൾക്കൊരു നിയമവും മറ്റൊരാൾക്ക് വേറെ നിയമം പറ്റുമോ? ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി, രോഗികളെ പുതിയ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തും, എല്ലാം നോർമലായി പോകുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാം എങ്ങനെ നോർമലായി തീരും? അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള ശ്രമം നടന്നു ഇല്ലേ? എന്തുകൊണ്ടായിരുന്നു ഇതുവരെ ഷിഫ്റ്റ് ചെയ്യായിരുന്നത്? കാരണം ഇപ്പുറത്ത് എക്യുപ്മെൻസ് ഇല്ല. ഈ എക്യുപ്മെൻസ് ഇല്ലാത്ത സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ച് ജനങ്ങൾ അറിയണ്ടേ? ഇവിടുത്തെ സർക്കാർ തുറന്നു പറയണ്ടേ? സർക്കാർ തുറന്നു പറയാത്തിടത്തോളം കാലം എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്. എല്ലാം നോർമലാക്കുവാനുള്ള ശ്രമം ആദ്യം തൊട്ടേ ഉണ്ട്. ഇത് ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറഞ്ഞത് തന്നെ നോർമലാക്കാനുള്ള ശ്രമം, അവിടെ ആരുമില്ല എന്ന് പറഞ്ഞത് നോർമലാക്കുവാനുള്ള ശ്രമം, അവിടുന്ന് എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്ത് നോർമലാക്കുവാനുള്ള ശ്രമം. ഇപ്പോഴും വാചക കസർത്ത് കൊണ്ട് എല്ലാം നോർമലാക്കി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, ട്രപ്പീസ് കളിയാണ്.